आइलैंड पे जा रहे हैं। हम एक ब्रिज आप देख सकते हैं, बम ब्रिज है इसका नाम। तो बहुत लॉन्ग ब्रिज है। ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ആവേശത്തോടെ അനുവാദകരെ ഉണർത്തുന്ന അഭിമാനത്തോടെ ഉണർത്തുന്ന ഒരു സംഭവമാണ് പാമ്പൻ പാലം. ഒരു കാലത്ത് തകർന്നു പോവുകയും പിന്നീടുള്ള ഭരണകൂടം ഇത് പുതുക്കിപ്പണുകയും ചെയ്തതാണ് എന്ന് പറയപ്പെടുന്നു. ഒരു കടലിന്റെ മീതെ കൂടെ പാലം പണിയുക, ആർത്തിരമ്പുന്ന തിരമാലകളെല്ലാം അതിജീവിച്ച് വർഷങ്ങളോളം നിലനിൽക്കുക എന്നത് അത്ഭുതമാണ്. നമുക്ക് പറയാൻ സാധിക്കും, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന്റെ സന്തതികൾ ഇവിടെ കിടപ്പുണ്ട്. അവരിലേക്ക് എത്തിപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം ഒരുക്കി തന്ന ഒരു വീതിയാണ് ഈ പാമ്പൻ പാലം. അതാണ് കേവലം 1 കിലോമീറ്ററുകൾ യാത്ര ചെയ്താൽ വലതുഭാഗത്ത് നോക്കിയാൽ സിലോൺ, ശ്രീലങ്ക കേന്ദ്രം, തമിഴ് പുലികളുടെ കേന്ദ്രമാണ് നമ്മുടെ ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന ശ്രീലങ്ക. Now we are going through the historical bridge, Paamban Bridge. കപ്പൽ വരുന്ന സമയത്ത് കപ്പൽ ഇടതുഭാഗം നോക്കുക. കപ്പലുകൾ പാസ് ചെയ്യുമ്പോൾ ट्रेन का देखो कैसा है. Look at the left side, the bridge, the railway raised by the passage of the ship. Wait and see. Inshallah, we will set down here. During our return trip. Now look at the right side. You can see an island. ഒരുപാട് മത്സ്യബന്ധനം ബോട്ടുകൾ നമുക്ക് വലതുഭാഗത്ത് കാണാൻ സാധിക്കും. ഒരു മഹാരാജ്യം ഒരു പാലത്തിന്റെ മുകളിൽ നിന്നും കാണാൻ സാധിക്കുക എന്നത് വിസയും പാസ്പോർട്ടൊന്നും കൂടാതെ നയാ പൈസ മുടക്കാതെ മഹാത്തായ APJ. അതിന്റെ ഉത്തരം നമ്മള് ശങ്കർ സിമെന്റ് പാമ്പൻ പാലം എന്ന പേര് മാറിപ്പോയതാണെന്ന് തോന്നുന്നു. ജുറാസിക് പാലമെന്നോ അല്ലെങ്കിൽ ദിനോസർ പാലമെന്നോ ഇടുന്നത് പാമ്പൻ പാലമാക്കി തിരിച്ചത് വളരെ മോശമായി കരുതുന്നു. ഈ ഏരിയ തമിഴ് പുലികൾ സംഭടിക്കുന്ന ഏരിയയാണെന്ന് അറിയിക്കുന്നു. തമിഴ് പുലികളെ കുറിച്ച് നാം എപ്പോഴും കേൾക്കാറുണ്ട്. അവർ സംഭടിച്ചു കൂടുന്ന ഏരിയയാണ് ഇപ്പോൾ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.